ഒരു 50 വർഷം മുമ്പ് ഈ നഗരത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ CITU നേതൃത്വ ടീം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടീമായിരുന്നു. രവീന്ദ്രനാഥ്, പിന്നെ ബാലചന്ദ്രൻ, VG ഭാസ്കരൻ നായർ, അങ്ങനെ ഒരു ടീം. അഗ്രഗണ്യൻ സാവി ബാലാനന്ദൻ തന്നെ. ഇവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എളമരം കരീം പറഞ്ഞ പോലെ ജനങ്ങളുടെ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ സംഘടിപ്പിക്കാം, പ്രസ്ഥാനം കെട്ടിപ്പൊടുക്കാം. സംഘാടകരായിരുന്നു എല്ലാവരും. എന്നാൽ അതോടൊപ്പം ഇവരെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരുമായിരുന്നു. അതിൽ ഈ പറഞ്ഞ ആരും എക്സംഷൻ ഇല്ല കേട്ടോ. ഒരുപക്ഷെ എഴുതില്ലായിരിക്കും. സാർ രവീന്ദ്രനാഥിനെ കുറിച്ച് ഞങ്ങൾ തമാശ പറയാ, എഴുതിയാൽ കീറിക്കളയും, ഒരിക്കലും തൃപ്തി വരത്തില്ല. അതുകൊണ്ട് പകർത്തി എഴുതാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടെടുത്ത് പാതിയാകുമ്പോഴത്തേന് എഴുതിയെല്ലാം കീറി വീണ്ടും തുടങ്ങുന്നു. അങ്ങനത്തെ ഒരു ടീമായിരുന്നു. ഏറ്റവും വേഗതയിൽ വളർന്ന സംസ്ഥാനം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ ശരാശരി ഒരു മനുഷ്യന്റെ വരുമാനത്തിന്റെ 30% കുറവായിരുന്നു കേരളത്തിൽ. ഇന്ന് നമ്മൾ 60% ഉയർന്നതാണ്. അപ്പൊ അഖിലേന്ത്യാ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ച കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇവരുടെ ഈ കാർഷിക നയങ്ങൾ, ഇറക്കുമതി നയമൊന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളം 1ാം നമ്പറായിട്ട് സാമ്പത്തിക വളർച്ചയിൽ. ഞാൻ വെറുതെ പറയുന്നതല്ല. 1987 മുതൽ 90 വരെയുള്ള കാലമെടുത്താൽ കേരളത്തിലെ കാർഷിക മേഖല 6.5% വെച്ചാണ് വളർന്നത്. അതിനുശേഷം ഈ ആസിയൻ കരാറിന് ശേഷം ഇതുവരെയുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിൽ 2% താഴെ വേഗതയിലാണ് വളർന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി. ഈ 6% വെച്ച് കൃഷിയെല്ലാം വികസിച്ചു പോയിരുന്നെങ്കിലുണ്ടല്ല, സാമ്പത്തിക വളർച്ചയിൽ ഒരു സംസ്ഥാനവും നമ്മുടെ മുന്നിൽ വരില്ല. ഏതായാലും അതിന് തർക്കവും അപതർക്കിതമായ കാര്യമാണ്. ഇന്ത്യ വളരെ മോശം സാമ്പത്തിക വളർച്ചയെന്ന് ഞാൻ പറയില്ല കേട്ടോ. അത് മോഡി വന്നപ്പോൾ നന്നായി എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് തർക്കമുള്ളൂ. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോ 1.2% ഒരു വർഷം സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് 3.6% വെച്ച് വളരാൻ തുടങ്ങി. 80കളില് 5.5% വെച്ച് വളരാൻ തുടങ്ങി. 91 മുതലെടുത്താൽ 7.5%. അത് മോഡിക്ക് മുമ്പ് 8%, മോഡിയുടെ കാലത്ത് 6.5%. അതാണ് വ്യത്യാസം. ഇപ്പൊ കേരളവും നന്നായിട്ട് വളർന്നിട്ടുണ്ട്, തർക്കം വേണ്ട. പിന്നെ എവിടെ വ്യത്യാസം? ഈ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങള് ജനങ്ങൾക്ക് എത്ര കിട്ടി, ജനയ്ക്കും മുതലാളിക്കും എത്ര കിട്ടി, ഇതിന് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇന്ത്യ ഇങ്ങനെ വളരെ വേഗത്തിൽ വളർന്ന 5ാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോകുന്നു, ഇനിയിപ്പോ 3 എന്നൊക്കെ പറയുമ്പോ ആഗോള പട്ടിണിക സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം 132. പട്ടിണി സൂചി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അതറിയാത്തതുകൊണ്ടാ തർക്കം ഒത്തിരി ഉണ്ടാവണത്. വെറും ചോറ് തിന്നാ പോരല്ലോ, പോഷകാഹാരം കിട്ടണ്ടേ? സമീകൃതമായ പോഷകാഹാരം ഇല്ലെങ്കിൽ അത് എന്തിനാ പ്രതിഫലിക്കുക? കുഞ്ഞുങ്ങളുടെ തൂക്കം, പൊക്കം, പ്രായം, തൂക്കം ഇതൊക്കെ തമ്മിൽ ചില അനുപാതങ്ങളുണ്ട്. അതാണ് മുഖ്യമായിട്ട് അളക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 132 സ്ഥാനമാണ് കേട്ടോ. അയൽപക്ക രാജ്യങ്ങളൊക്കെ മോഡി വന്നതിന് ശേഷം താഴേക്കാ പോയാ. അതുകൊണ്ട് ഇതിനോട് ഭയങ്കര ദേഷ്യം. താഴേക്ക് പോയുമ്പോൾ അർത്ഥം എന്താ? നമ്മുടെ അയൽപക്ക രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതുപോലെ പോലും ഇന്ത്യയിൽ മെച്ചപ്പെടുന്നില്ല. ഇത് ഒരു സൂചികയാണെങ്കിൽ ഫ്ലൂക്കാണെന്ന് പറയാം. ഒരു സൂചികയല്ല, എന്തെടുത്താലും മാനവ വികസന സൂചിക, സുസ്ഥിര വികസന സൂചിക, ഇങ്ങനെ ഒരു 10-20 സൂചിക എല്ലാത്തിനും ഇന്ത്യ താഴ്ത്താം. അപ്പൊ ഒരു നിഗമനത്തിലെത്താം, ഇതും അവതർക്കിതമാണ്. ഈ വളർച്ചയുടെ നേട്ടം സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമല്ല. ന്യായാ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ കിട്ടിയതിനേക്കാൾ വളരെ താഴെ. കേരളം നേർവിപരീതം. ഈ പറഞ്ഞ സൂചികളിലൊക്കെ നമ്മൾ ഏറ്റവും മുന്നിലാണ്. ലോകരാജ്യങ്ങളുടെ നിലവാരം എടുത്താൽ കേരളം ഒരു 50-നും 60-നും ഇടയ്ക്ക് വരും. ഏതെടുത്താലും ഇന്ത്യ 100-നും 130-നും ഇടയ്ക്ക് വരും. ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് ഒരു നല്ല ജീവിതം, ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതിനുള്ള അവസരം ഉണ്ടെന്ന്. സെന്റും രൂപയും മാത്രമല്ല കേട്ടോ, സെന്റിച്ച ഭൂമി, അഭിമാനബോധം ഒരു സാധാരണക്കാരന് കൊടുത്തിട്ടുള്ളത് അത് വളരെ വലുതാ. കേരളത്തിൽ പുറത്തുനിന്നുള്ളവരെ ഇവിടെ അഹങ്കാരം സ്വല്പം കൂടുതലാണെന്നാണ്. പക്ഷെ സാധാരണക്കാരനും ആ തൻ്റെ ഇടമുണ്ട്, തൻ്റെ ഇടമുള്ള മനുഷ്യനെ ഉണ്ടാക്കി. ഇതും വലിയ തർക്കം, സമയമൊന്നും കളയണ്ട, ഒരുപാട് വർത്താനം പറഞ്ഞു. അപ്പൊ ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വന്നത്? ഒരു രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം ഇങ്ങനെ, ബാക്കിയുള്ളതൊക്കെ വേറെ. സമ്പത്തിന്റെ വർദ്ധിക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം
പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കേരളത്തിൽ കൊടുക്കാൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. ഏറ്റവും വലിയ പ്രസ്ഥാനം കർഷക പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഭൂമിയുടെ 70% 6-7% വരുന്ന ജന്മിമാരുടെ കയ്യിലായിരുന്നു. അതെടുത്ത് എല്ലാവർക്കും കൊടുത്തില്ല, 60% ജനങ്ങൾക്ക് കൊടുത്ത് ചെറിയ വ്യത്യാസമാണ് ഉണ്ടാക്കിയത്.